ആംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാ കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. നരഹരി രൂപം ധരിച്ചു നിക്കാടിന്നു ചൈതന്യമാ നരജന്മ സാഫല്യമാ സദാ ഹരിനാമം പാടിടുകിൽ നരരും നാരായണനായിടും തവ നാമ മഹാത്മ്യത്താൽ കരുണാകര പ്രഹ്ലാദ രക്ഷക മമ ഹൃദി പിന്നിടണേ. തുല്യം മിന്നിടുന്നു തവ പ്രഭയേറും കുണ്ടലങ്ങൾ രക്ഷയ്ക്കായി ഞങ്ങളുത്താവര പാദത്തിൽ വീണിടുന്നു ദൈത്യനെ ശിക്ഷിക്കാൻ കണ്ടു നീ നരഹരി വേഷം കെട്ടി കരുണാകര പ്രഹ്ലാദ പിന്നിടണേ. ഹരിഗീതം പാടുന്ന ഞങ്ങളിൽ സ്വരമായി തീർന്നിടണേ. ഹൃദയത്തിൻ താളമിടക്കയം വാദ്യമായി തീർത്തിടണേ. ഹരിഗീതം പാടുന്ന ഞങ്ങളിൽ സ്വരമായി തീർന്നിടണേ. ഹൃദയത്തിൻ താളമിടക്കയം പറയുന്ന വാക്കുകളൊക്കെയും തവ നാമമാക്കിടണേ. കരുണാകര പ്രഹ്ലാദ രക്ഷക മമ ഹൃദി പിന്നിടണേ. വിഭുവായി വേഷമണിഞ്ഞോരു ഹിരണ്യനാം പാർഷദന്റെ വപുസീനെ വാരിയെടുത്തു നീ മടി തന്നിൽ വെച്ച ശേഷം ഹൃദയമാം താമര തേടി അവനൂടെ മാറുകി കരുണാകര പ്രഹ്ലാദ
പ്രഹ്ലാദരക്ഷക മമവൃത്തിൽ പിന്നിടണേ. നരഹരി രൂപം ധരിച്ചു നാടിന്നു ചൈതന്യമാ നരജന്മ സാധന്യമാ ഹരിനാമം പാടിടുകിൽ. നാരായണ നാരായണ ഹരിനാരായണ നാരസിംഹ നാരായണ നാരസിംഹ ഹരിനാരായണ നാരസിംഹ നാരായണ നാരസിംഹ നാരായണ നാരസിംഹ ഹരിനാരായണ നാരസിംഹ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ദൈത്യൻ തൂണിലിടിച്ചു ദൈത്യൻ തൂണിലടിച്ചു ഹരിയോ പെട്ടെന്നു പ്രത്യക്ഷനായി മായാമാനവസിംഹമായി ഭഗവാൻ. ഞെട്ടീത്രിലോകങ്ങളും ദുഷ്ടൻ തന്നെ മാറുകീറിയലറി പ്രഹ്ലാദനിൽ പ്രീതനായി ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. ത്വൽപാദങ്ങളിൽ നൽകിടട്ടെ അടിയൻ ത്വൽപാദങ്ങൾ നൽകിടട്ടെ അടിയൻ. ശ്ലോകാർച്ചന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രളയത്തിൽ വെള്ളമുയർന്നു പ്രണവത്തിൻ നാദമുയർന്നു അവിടുന്നു മത്സ്യമതായി അവതാരം അത്ഭുതമായി. അമരന്മാരസുരക്കൊപ്പം അതിവേഗം മഥനം ചെയ്തു അന്നേരം കടകോൾ താഴ്ന്നു അവിടുന്നു ആമയുമായി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോ
പാവക ഭക്തൻ പ്രാർത്ഥിച്ചു നിന്നെ കാണാൻ അസുരേന്ദ്രൻ തൂണിലിടിച്ചു അവിടുന്നു തരഹരിയായി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ബലിതന്റെ യാഗം കാണാൻ ബാലന്റെ വേഷം കെട്ടി അവിടുന്നോ വാമനനായി സുതലത്തിൻ പാലകനായി അഴതീർക്കുക കരുണാമൂർത്തേ മഴുവേന്തിയ ഭാർഗവരാമ തൊഴുതീടും ഞങ്ങളുടെ ഉള്ളിൽ മഴയായി പെയ്യുക ദേവാ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല പിതൃവാണികൾ സത്യമതാക്കാൻ അവിടുന്നോ കാനനമേറി കൗസല്യാതനയൻ രാമൻ കാത്തിടണമെന്നേ നിത്യം വസുദേവർ കോമനയായി ഹരധാരിയം രാമനതായി മാധവനോ സോദരനായി ബലരാമൻ കാക്കുകയൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല സംഗീതം മുളയിൽ തീർത്തു കണ്ണാ കാർവണ്ണ നീ സംഗീതം മുളയിൽ തീർത്തു നീ സ്വർഗ സംഗീതം മുളയിൽ തീർത്തു സന്ദേശം ഗീതയതാക്കി ശ്രീകൃഷ്ണൻ ഭക്തജനത്തിൻ ശ്രീയേറും വിഗ്രഹമായി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല കലികാല ദുരിതക്കടലിൽ കര തേടി അലഞ്ഞിടുമ്പോൾ അവിടുന്നോ കൽക്കിയതാവും ദുഷ്ടന്മാർ വാളാൽ കൊലിയും ഗുരുവായൂരപ്പാ ദേവാ ഹരേ
സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷു. ഭഗവാന്റെ അതിദിവ്യമായ അവതാരം സത്യസ്വരൂപനായി ഭഗവാൻ അവതരിച്ചു തൻ്റെ ഭക്തന്മാരുടെ വാക്കിനെ സത്യമാക്കാൻ. ബ്രഹ്മാവിന്റെ വാക്കിനെ സത്യമാക്കാൻ, പ്രഹ്ലാദന്റെ വാക്കിനെ സത്യമാക്കാൻ, ഹിരണ്യകശിപുവിന്റെ വാക്കിനെ സത്യമാക്കാൻ, കശ്യപന്റെ വാക്കിനെ സത്യമാക്കാൻ, സനകാദി യോഗീശ്വരന്മാരുടെ വാക്കിനെ സത്യമാക്കാൻ ഭഗവാൻ അതിദിവ്യമായ, അതിമനോഹരമായ, അത്യത്ഭുതകരമായ, ഭയാനകമാണെങ്കിലും അവിടെ പ്രഹ്ലാദൻ പറയുന്നത് പോലെ വിഭയായ ജനാസ്മരന്തി. അന്ന് അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള അവതാരം ഉണ്ടായി എങ്കിൽ പിന്നീട് ആ അവതാരമൂർത്തിയെ ലക്ഷ്മീ നൃസിംഹ കരതേ മമദേഹി കരാവലംബം എന്ന് ഭക്തന്മാര് പാടുന്ന തരത്തിൽ അനുഗ്രഹത്തിന്റെ ആ പൂർണ്ണ നിലാവായി ഇന്നും പരിലസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ മഹാദേവനോടൊപ്പം ഹരനോടൊപ്പം ഹരി നരഹരിയായി നിന്നിത്തിളങ്ങുന്ന പുണ്യസങ്കേതത്തിൽ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥ, പ്രഹ്ലാദന്റെ ഭക്തിയുടെ കഥ, പ്രഹ്ലാദന്റെ പ്രേമഭക്തിയുടെ കഥയും ഹിരണ്യകശിപുവിന്റെ ദ്വേഷഭക്തിയുടെ കഥയും വൈരഭക്തിയുടെ കഥയും നമുക്ക് ഒരേപോലെ ഇതിൽ കാണാൻ സാധിക്കും. പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന നരസിംഹമൂർത്തി അതേപോലെ തന്നെ ആ ഹിരണ്യകശിപുവിന്റെ മാറിലും കൈവച്ച് അനുഗ്രഹിച്ചു. അവിടെ നഖാങ്കുരോത്പാടിതഹൃത്സരോരുഹം എന്ന രീതിയിലാണ് അവിടെ ആടിയത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു എന്ന് തോന്നും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. താനെന്നും പരനെന്നും ചിന്തയില്ലാത്ത ആ ഭഗവാന്റെ ദിവ്യമായ അവതാര രംഗം, അതാണ് നമ്മളിതാ അനുസ്മരിക്കാൻ പോകുന്നത്. എവിടെ വെച്ചാണ് ഈ കഥ പാടുന്നത്? ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന്റെ മുമ്പിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷത്തിന് സംശയമുണ്ടായി. ഭഗവാൻ അസുരന്മാരെ കൊല്ലുന്നുണ്ടല്ലോ, ഭഗവാന്റെ സമഭാവനയ്ക്ക് വിപരീതമല്ലേ ഈ പ്രവൃത്തി എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രീശുഖബ്രഹ്മർഷി കഥ പറയുന്നത്. എന്നാൽ ശ്രീശുഖവാണി നാരദനിൽ നിന്ന് കടം കൊണ്ടതാണ് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. നാരായണമൂർത്തിയുടെ മുമ്പിൽ ആ നാരായണനായി, നരനായ ഹരിയായി ഭഗവാൻ ശ്രീകൃഷ്ണനായി രാജസൂയ യാഗവേദിയിൽ അഗ്രപൂജ സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പാദതീർത്ഥം എല്ലാവരെയും ശുദ്ധീകരിക്കുമ്പോൾ ഭഗവാനോട് ദ്വേഷഭക്തിയോടുകൂടി ഭഗവാനെ മാത്രം വിചാരിച്ചിരുന്ന ആ ശിശുപാലനും അവിടെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അവിടെ നിഗ്രഹാനുഗ്രഹം ശിശുപാലന് കിട്ടി. അവിടെ ശിശുപാലൻ ഭഗവാന് നേരെ അപരാധ ശരങ്ങൾ ചെയ്തപ്പോ ഭഗവാന്റെ സുദർശനം, നല്ല ദർശനവും സുദർശനം അങ്ങനെ അയച്ചു. അത് ചേതുപതിയുടെ ശിരസ് ഛേദിച്ച് ഭഗവാന്റെ കയ്യിൽ തന്നെ വന്നിരുന്നപ്പോ ചൈത്യദേഹോദ്ധിതം ജ്യോതിർ വാസുദേവം ഉപാവിശൻ, ചൈതന്യനിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും കണ്ടു. പ്രത്യേകിച്ച് ആ യാഗത്തിന്റെ, രാജസൂയ യാഗത്തിന്റെ യജമാനനായിരിക്കുന്ന ധർമ്മപുത്രരും കണ്ടു. ധർമ്മപുത്രർക്ക് അത്ഭുതമായി. പരീക്ഷത്തെ അങ്ങയുടെ മുത്തശ്ശനും ഇതുപോലെ അന്ന് ഒരു സംശയം ഉണ്ടായി. എന്താ സംശയം? അപ്പൊ ഭഗവാനെ വേണം എന്നുണ്ടെങ്കിൽ, ഭഗവാനിൽ പരമമായ ഗതി വേണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ ചീത്ത പറയുകയാണോ വേണ്ടത് എന്നാണ് ധർമ്മപുത്രർക്ക് സംശയം ഉണ്ടായത്. കാരണം ആരഭ്യകളഭാഷണ, ജനിച്ച അന്നു മുതൽ ഭഗവാനെ കുറിച്ച് കുറ്റം പറഞ്ഞ ഈ ദമഘോഷ സുതന് അദ്ദേഹത്തിന്റെ നാവിൽ വെളുത്ത കുഷ്ഠം വന്ന് കഷ്ടപ്പെടേണ്ടുന്നതിന് പകരം ഈ കാർമേഘവർണ്ണൻ തന്റെ സുദർശനമായിട്ട് ചേതിപതിക്ക് സായുജ്യം കൊടുത്തു.
എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഈ ചീത്ത പറയുകയാണോ വേണ്ടത് എന്ന് തോന്നും. ഇത് അത്ഭുതമാണല്ലോ. എൻ്റെ ഈ ബുദ്ധി കാറ്റത്ത് വിളക്കെന്നത് പോലെ ആകെപ്പാടെ ഇളകിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോഴാണ് നാരദ മഹർഷി രാജസൂയ യാഗവേദിയിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ആ നരനായി അവതരിച്ച ഹരിയുടെ അനുവാദത്തോടുകൂടി, അനുജ്ഞയോടുകൂടി, അനുഗ്രഹത്തോടുകൂടി, അനുമതിയോടുകൂടി അതിമനോഹരമായൊരു കഥ പറയാൻ തുടങ്ങിയത്. ഈ കഥയ്ക്ക് ശിശുപാലന്റെ മുജ്ജന്മങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഈ ശിശുപാലൻ മുമ്പ് രാവണനായും ഹിരണ്യകശിപുവായും പിറന്നിട്ടുണ്ട്. ഈ ശിശുപാലന്റെ സഹോദരനായ ദന്തവക്രൻ മുമ്പ് കുംഭകർണനായും ഹിരണ്യാക്ഷനായും പിറന്നിട്ടുണ്ട്. ഇവർ സാക്ഷാൽ ഭഗവാന്റെ, വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ കാവൽക്കാരായിരുന്നു. വിഷ്ണു പാർഷദന്മാരാണ് വിപ്രശാപാൽ പദാച്യുതം. അവിടെ സനകാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് നൈശ്രേയസം എന്ന ഉദ്യാനത്തിൽ നിന്ന് അവർ ഭൂമിയിൽ അസുരനായും രാക്ഷസനായും ഇപ്പതാ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച ശിശുപാലനായും പല പല ജന്മങ്ങൾ എടുത്തു. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാന്റെ കാര്യത്തിൽ നിന്ദ, സ്തുതി, തിരസ്കാരം, പുരസ്കാരം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്നും പരനെന്നുമുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. പരനെന്ന ചിന്ത ഭഗവാനില്ല. അതേപോലെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നിരന്തര സ്മരണ കാരണമാണ് എന്ന് പറയുന്നു. ഏതുപോലെ കീടപേശസ്കൃതാരുദ്ധ കുഡ്യായാം തമനുസ്മരൻ സംരംഭഭയയോഗേന വിന്ദതേ തൽസ്വരൂപതാം എന്നാണ്. അപ്പൊ ഭഗവാനെ സ്മരിക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വേട്ടാളൻ എന്നൊരു ജീവി താൻ ഒരു പുഴുവിനെ പേടിപ്പിച്ച് മണ്ണുകൊണ്ടുള്ള കൂടിനകത്ത് അടച്ച് ആ വേട്ടാളൻ പറന്നു പോകുമ്പോൾ കൂടിനകത്തിരിക്കുന്ന ആ പുഴു വേട്ടാളനെ തന്നെ വിചാരിച്ച് സംരംഭ ഭയയോഗേന പേടിച്ചിട്ട് അവസാനം എന്തായിട്ട് തീരും? വേട്ടാളനായിട്ട് തീരും. ഇതേപോലെ ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരെ, മായാമനുഷ്യനായിരിക്കുന്ന ഈശ്വരൻ ഈ ശ്രീകൃഷ്ണനിൽ വൈരം കൊണ്ടാണെങ്കിലും എല്ലാ പാപങ്ങളും തീർന്ന് ശുദ്ധമായി ശിശുപാലൻ. കാരണം ജനിച്ച അന്ന് മുതൽ കള്ളകൃഷ്ണൻ 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 എന്നല്ലാതെ ശിശുപാലൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അജാമിളന്റെ കഥയിൽ പറഞ്ഞില്ല, ജ്ഞാനാത് അഥവാ ജ്ഞാനാൽ, അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമം ജപിച്ചാൽ അയാൾ ശുദ്ധനായിട്ട് തീരുമെന്നാണ്. അപ്പൊ ഇവിടെ ഗോപികമാര് ഭഗവാനെ കുറിച്ച് കള്ളകൃഷ്ണൻ എന്ന് പറയാറുണ്ട്, രാധികാദേവി കള്ളകൃഷ്ണൻ എന്ന് പറയാറുണ്ട്, കുസൃതി എന്നും വികൃതി എന്നും തിരുമാലി എന്നും വിളിക്കാറുണ്ട്. ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. അപ്പൊ ഒരാൾ സ്നേഹം കൊണ്ട്, മറ്റൊരാൾ പ്രേമം കൊണ്ട്, വേറൊരാൾ ദേഷ്യം കൊണ്ട്. ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. ഗോപികൾക്ക് കാമമാണ്, കംസന് ഭയമാണ്, ചൈത്യപതിയായിരിക്കുന്ന ശിശുപാലൻ തുടങ്ങിയവർക്ക് ദ്വേഷമാണ്, വൃഷ്ണികൾക്ക് സംബന്ധമാണ്, നിങ്ങൾക്ക് ധർമ്മപുത്രരെ സ്നേഹമാണ്. നാരദൻ പറയാണ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഭക്തിയാണ്. തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ എന്നാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കും. എന്നാൽ സാധാരണ ആളുകൾക്ക് ഈ ശിശുപാലനെ പോലെ ദ്വേഷബുദ്ധിയോടുകൂടി ഭഗവാനെ സദാ കാണാനായിട്ട് സാധിക്കില്ല. അതും വലിയ കേമത്താണ്. അപ്പൊ ശിശുപാലൻ പണ്ട് സനകാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് ഭൂമിയിൽ പിറക്കേണ്ടി വന്നവനാണ്. ഇവര് തന്നെയാണ് മുമ്പ് ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും പിറന്നത്. ഹിരണ്യാക്ഷോ ധരോദ്ധാരോ വിഭ്രത സൗകരം ബഹു. ഭഗവാൻ സൂകരമൂർത്തിയായി വന്ന് ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. ഹതോ ഹിരണ്യകശിപുർ ഹരിണ സിംഹരൂപിണ. ഭഗവാൻ സിംഹമായി സാക്ഷാൽ ഹരിയായി ഹരി അവതരിച്ച് ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ഹിരണ്യകശിപു തൻ്റെ പുത്രനായ പ്രഹ്ലാദൻ കേശവപ്രിയം. പ്രഹ്ലാദന്റെ പ്രത്യേകത എന്ന കേശവപ്രിയനാണ്, ഭഗവൽ പ്രിയനാണ്, ഭഗവാനോട് പ്രിയമുള്ളവനാണ്, ഭഗവാന് പ്രിയമുള്ളവനുമാണ്. അങ്ങനെയുള്ള ആ ഉണ്ണിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു എന്ന് നാരദൻ പറഞ്ഞപ്പോഴാണ്
ആ കഥ വിസ്തരിച്ച് കേൾക്കാനുള്ള മോഹം അവിടെ സാക്ഷാൽ പരീക്ഷിത്ത് അവിടെ ശിശുബ്രഹ്മർഷിയോട് പറയുന്നതും പരീക്ഷത്തിന്റെ മുതുമുത്തച്ഛനായിരിക്കുന്ന ആ ധർമ്മപുത്ര മഹാരാജാവ് നാരദനോട് ചോദിക്കുന്നു. അങ്ങനെ നാരദൻ ഈ കഥയെ രാജസൂയ യാഗവേദിയിൽ വെച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു. നാരദ മഹർഷിക്ക് ഈ കഥ പറയുമ്പോൾ തൻ്റെ ഗുരുവായിരിക്കുന്ന അഖില ലോക ഗുരുവായിരിക്കുന്ന ഭഗവാന്റെ നരസിംഹാവതാരം വർണ്ണിക്കുന്ന ആ അഭൂതപൂർവമായ ആത്മീയ ആനന്ദത്തിനോടൊപ്പം മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. തൻ്റെ ശിഷ്യനായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദന്റെ കഥ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രഹ്ലാദന്റെ കഥ പറഞ്ഞു തുടങ്ങും മുമ്പേ ആദ്യം നാരദ മഹർഷി ഹിരണ്യകശിപുവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഹിരണ്യകശിപുവിന്റെ കഥ. ഹിരണ്യകശിപു തൻ്റെ സഹോദരനായ ആ ഹിരണ്യാക്ഷനെ ഹരിണ ക്രോഡമൂർത്തിന, ആ ഹരി ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ കൊന്നു എന്നറിഞ്ഞ് ആ ഹരിയോടുള്ള ദേഷ്യവും തൻ്റെ സഹോദരൻ മരിച്ചതിലുള്ള ദുഃഖവും ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഉരുട്ടി പിഴിച്ച കണ്ണുകളോടെ അവിടെ തൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് തൃശൂലം ആ നിലത്തിങ്ങനെ കുത്തിപ്പിടിച്ച് തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന തൻ്റെ ദാസന്മാരായിരിക്കുന്ന അസുര പ്രമാണികളെ ഓരോരുത്തരെയും വിളിച്ച്, ഹേ വിപ്രചിത്തെ മമ വച പുലോമൻ ശകുനാദയ ശതബാഹോ ഹയഗ്രീവ ദിമൂർധ ദ്രക്ഷ ശംബര നമുജെ പാക ഇല്വല, ഓരോരുത്തരെയും പ്രത്യേകം വിളിച്ചു. അവരൊക്കെ തൊഴുതു നിന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഹിരണ്യാക്ഷനെ ഹരി ഒരു സിംഹത്തിൻ ആ ഒരു പന്നിയുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ ഹരിയുടെ മാറ് കീറി പിളരുണ്ടായി. പക്ഷൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈരുധിരപ്രിയം തർപ്പയിഷ്യേ, ഞാൻ ആ ഹരിയുടെ മാറ് കീറി ആ രക്തം കൊണ്ട് രുധിരപ്രിയനായ എൻ്റെ അനുജന് ഞാൻ തർപ്പണം ചെയ്യും. ഹിരണ്യകശിപു പറഞ്ഞപ്പോ ഭഗവാൻ അവിടെ തൃപ്തിപ്പെടുത്തി. ശരി, രുധിരപ്രിയനായി വന്ന് നിന്റെ രക്തം ഞാൻ സ്വീകരിച്ചോളാം എന്ന് ഭഗവാൻ അപ്പൊ തന്നെ തൃപ്തിപ്പെടുത്തി. ഹിരണ്യകശിപു എന്നിട്ട് പറഞ്ഞു, വിഷ്ണുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് യജ്ഞങ്ങളും ധർമാനുസാരിയായ കർമ്മങ്ങളും അതേപോലെ ബ്രാഹ്മണരും പശുക്കളും വേദങ്ങളും വർണ്ണാശ്രമ ധർമ്മങ്ങളും ഒക്കെയാണ് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുക. അപ്പൊ വിഷ്ണുവിൻ്റെ ശക്തി കുറയും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ അനുജന് പറ്റിയൊരു തെറ്റുണ്ട്. അനുജൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വരം നേടിയില്ല. ഞാൻ ഇനി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വരം നേടും. അങ്ങനെ ഞാൻ ഒരിക്കലും മരിക്കാത്തവനായി ഞാൻ ആ ഹരിയെ ഇല്ലാതെയാക്കും. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് ഹിരണ്യകശിപു അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാൻ, ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ നിർദ്ദേശം കൊടുത്ത് നേരെ അകത്തുപോയി. നമ്മൾ പറയാറില്ല ഇരട്ട വ്യക്തിത്വം. ഇവിടെ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പറഞ്ഞ അതേ ആള് തന്നെ അകത്തുപോയി ധർമ്മോപദേശം ചെയ്തു. ആരെ? തൻ്റെ പ്രിയ മാതാവിനെ, ഹിരണ്യാക്ഷന്റെ കൂടി അമ്മയായ ദിതിയെ, ഹിരണ്യാക്ഷന്റെ പത്നിയായ ആ ദുഷാഭാനുവിനെ, അതേപോലെ ശകുനി, ശംബരൻ, ഭൃഷ്ടൻ, ഭൂതസന്താപനൻ, വൃക്കൻ, കാലനാഭൻ, മഹാനാഭൻ തുടങ്ങിയ ഹിരണ്യാക്ഷന്റെ പുത്രന്മാരെ അവരെയൊക്കെ വേണ്ട പോലെ ഉദ്ബോധിപ്പിച്ചു. എന്താണ്? ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ല. ഹിരണ്യാക്ഷന്റെ ശരീരത്തിന് മാത്രമേ നാശം സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഹിരണ്യാക്ഷന്റെ ശരീരത്തെയല്ല നമ്മുടെ പ്രിയപ്പെട്ടവനായി കണ്ടത്. ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ് ഹിരണ്യാക്ഷൻ. തന്നെയുമല്ല, ഹിരണ്യാക്ഷൻ ആ ഹരിയുമായി യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ആരും കരയരുത് എന്ന് വളരെ ഗംഭീരമായിട്ട് ഉപദേശം കൊടുത്തു. ആ ഉപദേശത്തിലൂടെ ദിതിദേവിക്കും ഹിരണ്യാക്ഷന്റെ പത്നിക്കും ഹിരണ്യാക്ഷന്റെ മക്കൾക്കുമൊക്കെ ആശ്വാസമായി തത്വേ ചിത്തമധാരയിൽ ശോകം വിട്ട് അവര് മനസ്സിലേക്ക് തത്വത്തെ ചേർത്ത് വെച്ചു. ഹിരണ്യകശിപു പിന്നീട് അതിഗംഭീരമായിട്ടുള്ള തപസ് ആരംഭിച്ചു. മന്ദരപർവ്വതത്തിൽ അതിഘോരമായ തപസ്. എങ്ങനെയാണ്? ഉദ്ധബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവൻ. മുകളിലേക്ക് ഇങ്ങനെ കൈ കൂപ്പി
ആകാശത്തിലേക്ക് ഉരുട്ടിവഴിച്ച കണ്ണുകളോടെ നോക്കി അവനിയിൽ, ആ ഭൂമിയിൽ തൻ്റെ ഒറ്റക്കാലുകൊണ്ട് സ്പർശിച്ച് അതിഗംഭീരമായിട്ടുള്ള തപസ്. ആ തപസ്സിൽ ഹിരണ്യകശിപുവിൻ്റെ ആ മുടി പ്രളയകാലത്ത് സൂര്യനെ പോലെ തോന്നി എന്നാണ് പറയുന്നത്. ഏതായാലും ആ ഹിരണ്യകശിപു ഇത്തരത്തിൽ തപസ് ആരംഭിച്ചപ്പോൾ ആ തപസ് 10ഉം 20ഉമല്ല 100 വർഷത്തിലൊക്കെ അടുക്കുന്ന സമയത്താണ് ദേവന്മാർ പോയി ആരെയാണോ തപസ് ചെയ്യുന്നത് ആ ഹംസവാഹനനായ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങ് ഉടനെ ചെന്ന് ഹിരണ്യകശിപുവിനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ലോകം മുഴുവൻ ചുട്ടു തീർന്നു ആ അസുരേന്ദ്രന്റെ, ആ ദൈത്യേശ്വരന്റെ തപസ് കൊണ്ട്. അതുകൊണ്ട് മന്ദരപർവ്വതത്തിന്റെ താഴ്വരയിൽ പോയി ആ ഹിരണ്യകശിപുവിനെ അങ്ങ് തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങയുടെ സ്ഥാനത്തിന് പോലും ദോഷമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം പോകൂ എന്ന് പറഞ്ഞപ്പോ അവിടെ ഭൃഗു, ദക്ഷൻ തുടങ്ങിയവരാൽ പരിവർത്തനായി ഹംസവാഹനനായി ബ്രഹ്മാവ് അവിടെ എത്തി. പ്രതീക്ഷന്നം വൽമീകം, ആ ചിതൽപ്പുറ്റും പുല്ലും മുളകളൊക്കെ വളർന്ന് ആ ഹിരണ്യകശിപുവിനെ കാണാനില്ല. ആ ചിതൽപ്പുറ്റിനകത്താണ് ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ ദേഹത്തെ മാംസം മുഴുവൻ ഉറുമ്പുകളും ചിതലുകളും ഒക്കെ തിന്നു തീർത്തിരിക്കുന്നു. ആ പ്രാണൻ ഹിരണ്യകശിപുവിന്റെ എല്ലുകളിൽ മാത്രം ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ തന്നെ കമണ്ടൽ ജലം കൊണ്ട് കളിച്ചപ്പോ, ബ്രഹ്മാവിന്റെ ആ സൃഷ്ടിജലം കൊണ്ടുള്ള പ്രോക്ഷണമേറ്റപ്പോ ഹിരണ്യകശിപു സർവാവയവ സമ്പന്നോ വജ്രസംഹനനോ ഇവ, എല്ലാ അവയവ പുഷ്ടിയോടും കൂടി വജ്രസദൃശമായ അവയവങ്ങളോടുകൂടി യുവാവിനെ പോലെ എഴുന്നേറ്റ് നിന്ന് മിഴികൾ നിറഞ്ഞും മൊഴികൾ മുറിഞ്ഞും തൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ഹർഷാശ്രു പുളകോദ്ഭേദോ ഗിര ഗദ്ഗദയാതിനാൽ, ഗദ്ഗദത്തോടു കൂടിയാണ് സ്തുതിച്ചത്. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോബുദ്ധിർവികാരേ വ്യക്തിമീയുഷേ. സ്തുതി, അതിഗംഭീരമായിട്ടുള്ള സ്തുതി കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഉണ്ണിയെ പോലെ ഇങ്ങനെ ഒരു തപസ് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത്, എനിക്ക് ഒന്നിൽ നിന്നും മരണം സംഭവിക്കാൻ പാടില്ല. അവിടെ ബ്രഹ്മാവ് പറഞ്ഞു, അത് മാത്രം എനിക്ക് തരാൻ സാധിക്കില്ല. അപ്പൊ കാരണം എന്താ, ബ്രഹ്മാവിന് പോലും മരണമുണ്ട്. അപ്പൊ മരണമുള്ള ഒരാൾക്ക് വേറൊരാൾ ഭരിക്കില്ല എന്ന് വരം കൊടുക്കാൻ നിർത്തിയില്ല. 2 പരാർത്ഥം കഴിഞ്ഞാൽ ബ്രഹ്മാവും മാറുന്നതാണ്. ഇപ്പോ 51ാമത്തെ പകലിലാണ് ഈ പത്മജ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, വേറെന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപുവിന്റെ ആസുരീയമായ ബുദ്ധി, കുബുദ്ധി ഉണർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ഭൂതേഭ്യോ മൃത്യുർമാഭൂന്മമ പ്രഭോ. എന്നിട്ട് അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറഞ്ഞു, അകത്തു പാടില്ല, പുറത്തു പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല, ജീവനുള്ള വസ്തു പാടില്ല, ജീവനില്ലാത്ത വസ്തു പാടില്ല. അതേപോലെ അഷ്ടദിക്പാലകന്മാരുടെ മുഴുവൻ സ്ഥാനവും ശക്തിയും എനിക്ക് ലഭിക്കണം, ഞാൻ ലോകത്തിന്റെ ഏകക്ഷത്രാധിപതിയായിട്ട് തീരണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനെ ഒന്ന് വിചാരിക്കുന്നു ആ ബ്രഹ്മാവ്. ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ഭക്തന് എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. അവൻ എപ്പോഴാണോ പ്രഹ്ലാദായ യഥാദ്രുഹ്യേ, നിർവൈരനും പ്രശാന്താത്മാവുമായിരിക്കുന്ന പ്രഹ്ലാദനെ എപ്പോൾ ദ്രോഹിക്കണോ ഹനിഷ്യേപി വരോർജിതം, അവനെ ഞാൻ കൊന്നോളാം. ഭഗവാന്റെ ഉറപ്പ് കിട്ടിയപ്പോൾ അവിടെ അനുഗ്രഹിക്കണോ ബ്രഹ്മാവ്. ആ അനുഗ്രഹം സ്വീകരിച്ചു. തനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന കൃതാർത്ഥതയോടുകൂടി തൃപ്തനായി പോകേണ്ടുന്നതിന് പകരം ആ ഹിരണ്യകശിപു തൃപ്തനായി അഹങ്കാരിയായി അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. പട്ടേരിപ്പാടാണ് ഹിരണ്യകശിപുവിന്റെ ഈ ഭാവത്തെ ഭംഗിയായി അവതരിപ്പിച്ചത്. വരം ലബ്ധ്വാ തൃപ്ത, വരം ലബ്ധ്വാ തൃപ്ത, അതാണ് വേണ്ടത്. തൃപ്തിയാവുകയാണ് വേണ്ടത്. തൃപ്തിയായില്ല, അഹങ്കാരിയായി അവിടെ ദേവാസുര മനുഷ്യേന്ദ്രൻ ഗന്ധർവ ഗരുഡോരകാൻ സിദ്ധചാരണ വിദ്യാധ്രാ ഋഷീം പിതൃപതിൻ മനുൻ യക്ഷരക്ഷ പിശാചേശം പ്രേതഭൂതപതീനഥ സർവസത്വപതിം ജിത്വ,
എല്ലാവരെയും ജയിച്ച് അവരെയൊക്കെ തന്റെ വശത്താക്കി ജഹാര ലോകപാലാനാം സ്ഥാനാനി സഹ തേജസ, ലോകപാലന്മാരുടെ ശക്തിയും സ്ഥാനവും തന്റെ കാൽക്കീഴിലാക്കി. തനിക്ക് ചൂട് വേണമെന്ന് തോന്നിയാൽ അഗ്നിദേവൻ മുമ്പിൽ വന്ന് നിൽക്കും ഹിരണ്യകശിപുവിന്റെ. കാറ്റു വേണമെന്ന് തോന്നിയാൽ വായു ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. തനിക്ക് ഇത്തിരി ജലം വേണം, വരുണനാണത് കൊണ്ടുകൊടുക്കാൻ കാത്തു നിൽക്കുന്നത്. അങ്ങനെ മഹേന്ദ്ര ഭവനത്തിൽ ആ വിശ്വകർമാവ് നിർമ്മിച്ച ഇന്ദ്രപുരിയിൽ അവിടെ മദ്യവും മദിരാക്ഷികളുമായി അവിടെ ഹിരണ്യകശിപു കഴിയുന്നു. അങ്ങനെ ഹിരണ്യകശിപു എല്ലാം കീഴടക്കി എന്ന് വിചാരിച്ച ഹിരണ്യകശിപു വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെയും കീഴടക്കി എന്നാണ് കരുതിയിരിക്കുന്നത്. കാരണം എന്താ, വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ഭഗവാനെ കണ്ടില്ല. ഭഗവാൻ അങ്ങനെ ദർശനം കൊടുക്കില്ല. ഹിരണ്യകശിപു വാളും വീശിയണഞ്ഞ ഒരു അസുരനെ കാണാതെ ആ അസുരന്റെ നാസാദ്വാരത്തിലൂടെ അകത്ത് കയറി ഹൃദയപീഠികയിൽ പോയിരുന്നു ഭഗവാൻ. സർവോപായ വിധീശ്വര. ഇവന്റെ അനുജനെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാവിന്റെ മൂക്കിനുള്ളിലേക്ക് അങ്ങോട്ട് മൂക്കിൽ നിന്ന് പുറത്തേക്ക് ചാടിയെങ്കിൽ ഹിരണ്യകശിപു കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഹിരണ്യകശിപുവിന്റെ മൂക്കിലേക്ക് കയറി അവിടെ ഇരുന്നു. ഇനി ഈ കഥ എപ്പോഴാ ഭഗവാൻ പറയുക? ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിക്കുമ്പോൾ ഈ ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ, പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ, വിരോചനന്റെ പുത്രനായ വൈരോചനി എന്നറിയപ്പെടുന്ന മഹാബലിയുടെ മുമ്പിലാണ് വാമനമൂർത്തി ആ കഥ പറയും. ഇപ്പൊ ശുക്രാചാര്യക്ക് കാര്യം മനസ്സിലാവും. ഏതായാലും ഇവിടെ ഭഗവാനെ പോലും ജയിച്ചു എന്ന് കരുതുന്ന ആ ഹിരണ്യകശിപു തന്റെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളാകുന്ന ഷഡ്രിപുക്കളെ ജയിക്കാത്ത ഹിരണ്യകശിപു ലോകത്തെ മുഴുവൻ അധർമ്മത്തിന്റെ കേളീരംഗമാക്കി മാറ്റിയപ്പോ ദേവന്മാര് ഭഗവാന്റെ അടുത്ത്, ദേവദേവനായ ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സസ്യ ശാന്തിം കരിഷ്യാമി കാലം താവൽ പ്രതീക്ഷത, കാലം പ്രതീക്ഷിച്ചിരുന്നോളൂ. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈച വിദ്വേഷ സവാ ആശു വിനശു. അവൻ നശിക്കാൻ ദേവന്മാരെ, വേദങ്ങളെ, പശുക്കളെ, ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ, ധർമ്മത്തെ എന്നിലും വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവൻ അധികം വൈകാതെ നശിക്കും. എന്നാൽ അവൻ ഇപ്പൊ തന്നെ മരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? അവൻ എൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ദ്രോഹിച്ചു തുടങ്ങിയാൽ ഹരിഷ്യേവി വരവർത്തില്ല, പിന്നെ കാത്തു നിൽക്കില്ല. കാലം കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. ആ കാലം ഏതാണ്? അവൻ എൻ്റെ ഭക്തന് നേരെ കാലന്റെ രൂപത്തിൽ വന്നാൽ കാലരൂപിയായ ഞാൻ തീർച്ചയായും അവനെ കാലപുരിയിലേക്ക് അയക്കും എന്ന് ആ കാലാരിപൂജിതനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞപ്പോ അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഹിരണ്യകശിപു എല്ലാം കീഴടക്കി എന്ന അഹങ്കാരത്തോടു കൂടി മഹേന്ദ്ര ഭവനത്തിൽ ഇന്ദ്രപുരിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു നാമ പയ്യ് അവിടെ വലിയ വളർന്നു വരുന്നുണ്ട് എന്നാണ്. ദൈതേയ കണ്ടകവനെ ജാതോയം ചന്ദനദ്രുമ എന്ന രീതിയിലാണ് ആ ദൈതേയന്മാരുടെ കുറ്റിക്കാടിനകത്ത് ഒരു ചന്ദനമരം വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ചന്ദനമരം ഭക്തിയുടെ സുഗന്ധം അവിടെ മുഴുവൻ നിറയ്ക്കുന്നു. ആ ചന്ദനമരത്തിന്, ചന്ദനചർച്ചിതനായിരിക്കുന്ന ഭഗവാന്റെ പ്രിയ ഭക്തന് ഹിരണ്യകശിപു കൊടുത്ത പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രകർഷേണ ആഹ്ലാദമുള്ളവൻ, സന്തോഷമുള്ളവൻ, എപ്പോഴും ആ പ്രണവസ്വരൂപിനിൽ ചേർത്തുവെച്ച മനസ്സുമായി, ആ ഭഗവാൻ കെട്ടിപ്പിടിച്ച ശരീരവുമായി ഗോവിന്ദ പരിരംഭിതനായി ആ ഉണ്ണി ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരഞ്ഞു എന്ന് വരും. കാരണം എന്താ? ഭഗവാന്റെ നാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ണിക്ക് സന്തോഷം വരുന്ന. എന്നാൽ ആ ഭഗവാനെ ലോകം വേണ്ട പോലെ മനസ്സിലാക്കണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ണിക്ക് വിഷമം വരും. ചിലപ്പോ ഉണ്ണി എല്ലാം മറന്ന് ഭഗവാന്റെ നാമം ജപിക്കും. ഹരേ നാരായണ എന്ന ആ നാമാക്ഷരങ്ങൾ അവിടെ മുഴുവൻ മുഴങ്ങും. ഹിരണ്യകശിപുവിന് കേൾക്കാനുള്ള ഭാഗ്യം അതുവരെ ഉണ്ടായില്ല. ഈ ഉണ്ണി ചിലപ്പോ എല്ലാം മറന്ന് ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് അർദ്ധനിമീലിത നേത്രങ്ങളോടുകൂടി ഭഗവാനെ മാത്രം വിചാരിച്ചു. അങ്ങനെ അസ്പന്ദ പ്രണയാനന്ദ സലിലാമിലിദക്ഷണ എന്നാണ് ആ ഉണ്ണിയുടെ അവസ്ഥ. അങ്ങനെയുള്ള ഉണ്ണിയിൽ ഹിരണ്യകശിപു ദ്രോഹം ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോ ധർമ്മപുത്രൻ ചോദിച്ചു, അതിനെന്താ കാരണം? അതിന് ആദ്യത്തെ കാരണം, ഉണ്ണി
ഒരിക്കൽ ഹിരണ്യകശിപുവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഏറ്റവും ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹരിയെ ആശ്രയിക്കുകയാണ്, വനത്തിൽ പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഹിരണ്യകശിപു അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഹിരണ്യകശിപു തൻ്റെ ഗുരുവായ ശുക്രാചാര്യരുടെ മക്കള് ഷണ്ഡൻ, അമർക്കൻ എന്നീ രണ്ടുപേര് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഉണ്ണിയെ നിങ്ങൾ ധർമ്മം, അർത്ഥം, കാമം എന്നിവ മാത്രം പഠിപ്പിച്ചാൽ മതി. ആ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായ മോക്ഷത്തിനോടാണ് ഈ ഉണ്ണിക്ക് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ആസുരീയമായ ചിന്തകളെ പ്രോജ്വലിപ്പിക്കാൻ പാകത്തിന് ഈ ഉണ്ണിയെ പഠിപ്പിക്കുന്നു. അവർ പറഞ്ഞു, ശരി, നിങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ വിളിച്ചു. വത്സ പ്രഹ്ലാദ ഭദ്രം തേ സത്യം കഥയമാമൃഷ. പ്രഹ്ലാദ, നിനക്ക് മംഗളമുണ്ടാവട്ടെ, നീ സത്യം പറയണം, ഞങ്ങൾ ചോദിക്കാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ അച്ഛൻ്റെ അടുത്ത് ആ ഹരിയെ ആശ്രയിക്കണമെന്ന്? ഹരി അച്ഛൻ്റെ ശത്രുവാണ്. ഹരി ആ അച്ഛൻ്റെ അരിയാണ് എന്നുള്ളത് പ്രഹ്ലാദൻ നിനക്ക് അറിയില്ലേ? അതുകൊണ്ട് ആ ഹരിയല്ല വിചാരിക്കേണ്ടത്, ആ ഹരിയെ അരിയായി കണ്ടുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളെ അനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ആസുരീയമായിട്ടുള്ള ചിന്തകളാണ് വേണ്ടത്. ഒന്ന് ചോദിക്കട്ടെ, നിനക്കിത് സ്വയം തോന്നിയതാണോ മറ്റാരെങ്കിലും പറഞ്ഞു തന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാനെന്നും പരനെന്നുമുള്ള ചിന്ത തന്നെ ഗുരുനാഥ ഭഗവാന്റെ മായയാണ്. ആ ഭഗവാനെ ഞാനിതാ വീണ് നമസ്കരിക്കട്ടെ എന്ന് ഗുരുനാഥന്മാരുടെ മുമ്പിൽ പറഞ്ഞു വീണ് നമസ്കരിച്ചപ്പോൾ ഗുരുനാഥന്മാർക്ക് ദേഷ്യം വന്നു. ആരെവിടെ? ചൂരൽ കൊണ്ടുവരൂ, ദൈതയെ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ. അവരങ്ങനെയാണ് പ്രഹ്ലാദനെ കണ്ടത്. അസുരന്മാരാകുന്ന ചന്ദനമരക്കാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വെറും ഒന്നിനും കൊള്ളാത്ത ഒരു മുൾച്ചെടിയാണ് ഇവൻ. ഇവൻ വളർന്നു വന്നാൽ വിഷ്ണുവാകുന്ന കോടാലിയുടെ കയ്യായിട്ട് തീരും. അതുകൊണ്ട് അല്ലേ സുഭൃത്യ സംസാര തരോ കുഠാരം എന്ന് ദേവഹൂതി പറഞ്ഞത് ഈ ഭഗവാനെ കുറിച്ചാണ്. തൻ്റെ ഭക്തന്മാരുടെ സംസാര വൃക്ഷത്തിന്റെ മൂലച്ഛേദനം ചെയ്യുന്ന കോടാലിയാണ് ഭഗവാൻ. ഏതായാലും അത് തന്നെയാണ് ഇവരും പറഞ്ഞത്, ആ കോടാലിയുടെ കയ്യായിട്ട് തീരും. അതുകൊണ്ട് ഇവനെ ഇപ്പൊ തന്നെ ഇല്ലാതെയാക്കണം എന്ന് തീർച്ചപ്പെടുന്നു. പക്ഷേ ആ രീതിയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടും പ്രഹ്ലാദന്റെ ആ വാക്കുകൾ കേട്ടിട്ടും അവിടെ പ്രഹ്ലാദൻ പഠിച്ചത് നാരദ മഹർഷി തനിക്ക് പകർന്നു തന്ന ആ ദിവ്യമായ അനുഭവങ്ങളെയാണ്, ഭക്തിയുടെ ഉദാത്തമായ ഭാവതലങ്ങളെ മാത്രമേ ഉള്ളിൽ ചേർത്ത് വെച്ചുള്ളൂ. നാരദ മഹർഷി ഇത് എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? പ്രഹ്ലാദൻ തന്നെ പറയുന്നു. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് എപ്പോഴാ? അച്ഛന് പറഞ്ഞു കൊടുത്ത് നേരെയാക്കാം അച്ഛനെ എന്ന് വിചാരിച്ചു. അതിനുശേഷം അച്ഛന് പറഞ്ഞത് മനസ്സിലാവണില്ല എന്ന് വന്നപ്പോഴാണ് തൻ്റെ കൂട്ടുകാരായ അസുര ബാലന്മാർക്ക് പ്രഹ്ലാദൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛന് പറഞ്ഞു കൊടുക്കാൻ എപ്പോഴാണ് അവസരം ഉണ്ടായത്? ഈ ഉണ്ണിയെ ഇതൊക്കെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ച് ആ ഉണ്ണിയെ ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്ന ആ ചണ്ഡാവർക്കന്മാരെ കയാധുദേവി ഉണ്ണിയെ ഒരുക്കി ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു. പാദയോ പതിതം ബാലം പ്രതിനന്ദ്യാശിഷാസുര പരിഷ്വജ്യ ചിരം ദോർഭ്യാം പരമാമാപനിർവൃതിം. തൻ്റെ കാക്കൽ വീണ് കിടക്കുന്ന ആ ഉണ്ണിയെ ഹിരണ്യകശിപു വാരിയെടുത്തു. ആ പിതൃസ്നേഹം ആവോളം വാത്സല്യമായി ആ ഹിരണ്യകശിപുവിൽ അവിടെ എല്ലാവരും കണ്ടു. ഉണ്ണിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച് നിറ കണ്ണുകളോടുകൂടി ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി, ആ ഉണ്ണിയുടെ നീണ്ടിടംപെട്ട കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ തൃക്കൈ കൊണ്ട് ആ നീണ്ട ഇടതൂർന്ന ആ കുന്തള ഭാരത്തിലൂടെ കൈകൾ ഇങ്ങനെ ഓടിച്ച് ഹിരണ്യകശിപു ചോദിച്ചു, പ്രഹ്ലാദ ഉച്യതാം താത സ്വധീതം കിഞ്ചിത് ഉത്തമം കാലേന ഇതാവതായുഷ്മൻ യഥശിക്ഷൽ ഗുരോർദ്ധവ. പ്രഹ്ലാദന് എന്തൊരു സന്തോഷമായി അച്ഛൻ ചോദിച്ചപ്പോൾ. അച്ഛൻ ഗുരുനാഥന്മാര് പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഒന്നും പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചതൊന്നും ഞാൻ പഠിച്ചില്ല എന്ന് പറയേണ്ടി വന്നേനെ. കാരണം സത്യസന്ധനാണ് പ്രഹ്ലാദൻ. പക്ഷേ ഇവിടെ ഹിരണ്യകശിപു ചോദിച്ചത് എന്താ? ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്നാണ്. അപ്പൊ അത്തരത്തിൽ
ആ ഏകവചനത്തിലുള്ള ചോദ്യം കേട്ടപ്പോ ഏകാക്ഷരീപതിയായിരിക്കുന്ന ഭഗവാനെ മാത്രം ഏകദൈവമായി കണ്ടിരിക്കുന്ന ആ പ്രഹ്ലാദൻ അച്ഛന് പറഞ്ഞു കൊടുത്തു, ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ പ്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേധീതമുത്തമം. പ്രഹ്ലാദന്റെ ഈ വിശേഷമായിട്ടുള്ള ഉപദേശം കേൾക്കാനുള്ള ഭാഗ്യം ഹിരണ്യകശിപുവിനുണ്ടായില്ല. കാരണം വിഷ്ണോസ്മരണം എന്നിങ്ങനെ കേട്ടപ്പോഴേക്കും ഹിരണ്യകശിപു ആ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയതാണ്. ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പ്രഹ്ലാദൻ ഇത് പറഞ്ഞു തീർക്കുന്നതിനു മുമ്പേ ഹിരണ്യകശിപു ഗുരുപുത്രം ഉവാചേതം രുഷാ പ്രസ്ഫുരിതാധര, ദേഷ്യം വന്ന് ആ ചുണ്ട് കടിച്ചു പിടിച്ച് ഗുരുപുത്രന്മാരോട് പറഞ്ഞു, ബ്രഹ്മബന്ധോ കിമേ തത്തെ വിപക്ഷം ശ്രേതാസത, ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങളുടെ കഴുത്തിൽ തല കാണില്ല. നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ആസുരീയമായ ഭാവങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതാണോ പഠിപ്പിച്ചത് എന്ന് ചോദിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ഗുരുപുത്രന്മാർ പറഞ്ഞു, ന മൽപ്രണീതം ന പരപ്രണീതം നൈസർഗികീയം. ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല, മറ്റാരെങ്കിലും പഠിപ്പിച്ചതല്ല. ഈ ഉണ്ണിക്ക് നൈസർഗികീയമായിട്ടുള്ള ബുദ്ധിയാണ്. നൈസർഗികീയം മതിരസ്യ രാജൻ, അതാണ് ഈ ഉണ്ണിക്ക് എന്ന് പറഞ്ഞപ്പോ, ഗുരുനാഥന്മാര് പഠിപ്പിച്ചതല്ലെങ്കിൽ നിനക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം, ഈ തരത്തിലുള്ള ചിന്തകൾ എന്ന് ചോദിച്ചപ്പോ ആ ഭഗവാന്റെ അപദാനങ്ങളെ പാടാൻ തുടങ്ങിയ ആ പ്രഹ്ലാദനെ തന്റെ മടിയിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഹിരണ്യകശിപു. ഗോവിന്ദ പരിരംഭിത, ഭഗവാൻ കെട്ടിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ല. ഹിരണ്യകശിപു പറഞ്ഞു, കൊല്ലണം ഇവനെ എങ്ങനെയെങ്കിലും, ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ എപ്പോഴാണെങ്കിലും ഇവനെ കൊന്നോളണം. ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ ആ അസുഖം വന്ന അംഗം, ആ ഭാഗം, ആ അവയവം മുറിച്ചു കളഞ്ഞ് ശേഷം സുഖം ജീവിതം ബാക്കിയുള്ള കാലം സുഖമായിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ കുലത്തിന് വന്ന മാറാരോഗത്തെ ഇല്ലാതെയാക്കാൻ ഇവനെ ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുലം നശിക്കും. അതിന് വേണ്ടത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ സ്വതവേ തന്നെ എല്ലാം തകർത്തെറിയുന്ന സ്വഭാവമുള്ള ആസുരീയമായ ആ സ്വഭാവമുള്ളവര് അവര് പലതരത്തിലുള്ള ആയുധങ്ങളുമായി ഹിരണ്യകശിപുവിന്റെ ആ ആജ്ഞയെ വേണ്ട പോലെ പരിപാലിക്കാൻ, അതിനെ വീണ്ടും അത് വേണ്ടതുപോലെ നടപ്പിലാക്കാൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആയുധങ്ങളുമായി പ്രഹ്ലാദന്റെ അടുത്തേക്ക് വരുന്നു. പ്രഹ്ലാദന് യാതൊരു കുലുക്കമുണ്ടായില്ല എന്നാണ്. ആ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ട് ഹരിശം തേ കരിഷ്യതി എന്ന് നാരദ മഹർഷി തനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഭഗവാൻ തനിക്ക് സുഖത്തെ നൽകും, ഒരിക്കലും തന്നെ ദുഃഖിപ്പിക്കില്ല എന്ന് ഉറപ്പുള്ള ആ ഉണ്ണി മിണ്ടാതെ നിന്നപ്പോ അവർ കൊണ്ടുവന്ന ആയുധങ്ങളുടെ മുനയൊടിഞ്ഞ് അവർ തകർന്നു പോയപ്പോ ദിഗ്ഗജങ്ങളെ കൊണ്ടുവന്ന് കുത്തി ആ ഉണ്ണിയെ തകർത്തെറിയാൻ നോക്കിയപ്പോ ആനകൾ ആ പ്രഹ്ലാദന് പകരം അലറിയെടുക്കുന്ന സിംഹത്തെയാണ് അവിടെ കണ്ടത്. ആ ഹരീഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിൽ ഓടിയും അറിഞ്ഞു എന്നാണ്. പിന്നെ വിഷപ്പാമ്പുകൾ വന്നു. അവിടെ സാമഗാന ചിറകടിയൊച്ചയുമായി ഗരുഡനെ കാണുന്നു വിഷപ്പാമ്പുകൾ. അവര് വാലും മടക്കി പിന്തിരിഞ്ഞു പോന്നു. എന്ന് വേണ്ട, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉണ്ണിയെ വലിച്ചെറിഞ്ഞു നോക്കി, ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കാതെ നോക്കി, ഉണ്ണിയെ വെള്ളത്തിൽ മുക്കിയിട്ട് നോക്കി, ഉണ്ണിയെ മഞ്ഞിൽ വളരെ കാലം കുഴിച്ചിട്ടിട്ട് നോക്കി. ആ സന്ദർഭത്തിലൊന്നും ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ല. ഗോവിന്ദ പരിരംഭിതനാണ് ആ ഉണ്ണി. അവസാനം കയാധുദേവിയുടെ കയ്യിൽ ഹിരണ്യകശിപു ആ ഹലാഹല വിഷം നിറച്ച പാത്രം പിടിച്ച് ഉണ്ണിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഉണ്ണിക്ക് ഒരു മടിയുണ്ടായില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് സന്തോഷപൂർവം ആ വിഷത്തെ അമൃതേക്കാക്കി. പാലാഴി മഥന സമയത്ത് നമ്മൾ നാളെ കേൾക്കും, മഹാദേവന്റെ ആ കഴുത്ത് നീല നിറമായി. ഇവിടെ ആ ഉണ്ണിക്ക് അതുപോലും ഉണ്ടായില്ല. ഉണ്ണിയുടെ ഒരു രോമത്തിന് പോലും ഒരു ദോഷം സംഭവിച്ചില്ല. ആ രാമസോദരനായിരിക്കുന്ന ഭഗവാൻ, നരഹരിയായി അവതരിക്കാൻ പുറപ്പെടുന്ന ഭഗവാൻ
ഉണ്ണിയെ സദാ ഗോവിന്ദനായി പരിരംഭണം ചെയ്ത് രക്ഷിച്ചതുകൊണ്ട് ഹിരണ്യകശിപു ആലോചിച്ചു, ഇവനെ കൊണ്ട് എനിക്ക് മരണം സംഭവിക്കുമോ എന്ന ചിന്തയാണ്. അപ്പോഴാണ് ഷഡാവർക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ ഉണ്ണിയെ കൊണ്ടുപോയി ഞങ്ങളുടെ അച്ഛൻ ശുക്രാചാര്യർ വരുന്നത് വരെ ഞങ്ങൾ പഠിപ്പിക്കാം, അത് കഴിഞ്ഞാൽ ശുക്രാചാര്യർ വേണ്ടതുപോലെ പഠിപ്പിച്ചാൽ ഈ ഉണ്ണിക്ക് വേണ്ടതൊക്കെ വേണ്ടതുപോലെ ആവും, ഞങ്ങൾ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വരുണപാശം കൊണ്ട് ആ ഉണ്ണിയെ ബന്ധിച്ച് ഗുരുകുലത്തിൽ നിർത്തുന്നു. എന്തോ ആവശ്യത്തിന് പുറത്ത് പോയ ആ ഗുരുനാഥന്മാര് പോയ സന്ദർഭത്തിലാണ് പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരായ അസുരക്കുട്ടികൾക്ക് വേണ്ടി ഗംഭീരമായിട്ടുള്ളൊരു ഉപദേശം കൊടുത്തത്. ഹേ ദാനവ എന്ന് പ്രഹ്ലാദൻ വിളിക്കുമ്പോൾ ഭാഗവതം നമ്മളോട് പറയുന്നു, അത് പ്രഹ്ലാദൻ അസുരക്കുട്ടികൾക്ക് മാത്രം കൊടുത്ത ഉപദേശമായിട്ട് കണക്കാക്കേണ്ട, ഇത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാനവനും പ്രഹ്ലാദൻ എന്ന ഉത്തമ ഭക്തൻ നൽകുന്ന ഉപദേശമാണ്. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? കുട്ടികളെ, നിങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് അതാണ് സംശയം, ഗുരുനാഥൻ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞത് ശ്രവണം, കീർത്തനം, സ്മരണം എന്നൊക്കെയാണല്ലോ, അതെന്താണെന്നായി ആദ്യം. അപ്പോൾ ഉണ്ണി പറഞ്ഞു കൊടുത്തു, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ പാദസേവ ചെയ്യുക, ഭഗവാനെ അർച്ചിക്കുക, വന്ദിക്കുക, ഭഗവാനെ ദാസ്യഭാവത്തിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ ദാസനാണ്, ദാസോഹം ഭവകേശവ എന്ന ഭാവത്തിൽ നിൽക്കുക. അപ്പൊ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ സഖ്യഭാവത്തിൽ കൈപിടിച്ചുയർത്തും. അങ്ങനെ ഭഗവാൻ സഖ്യഭാവത്തിൽ കൈപിടിച്ചുയർത്തുമ്പോൾ ആത്മസമർപ്പണം ചെയ്യണമെന്നാണ് കുട്ടികളെ ഞാൻ അച്ഛന് പറഞ്ഞു കൊടുത്തത്. പ്രഹ്ലാദൻ സത്യം മാത്രം പറയുന്ന ആളാണ്, പിന്നെ എങ്ങനെയാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞ് മറ്റൊരാളെ അവതരിപ്പിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഷഡാമർക്കന്മാർ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാൻ എന്താ കാരണം എന്നറിയൂ? അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത്, ഗുരുനാഥൻ പറയുന്നത് ഇതൊക്കെ തീർച്ചയായും നമ്മൾ കേൾക്കണം. പക്ഷേ അവർ ഭഗവത് ഭജനത്തിന് വിരുദ്ധമായി പറയുന്നത് വരെ, അവർ എപ്പോഴാണോ ഭഗവത് ഭജനത്തിന് വിരുദ്ധമായി പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞോളണം. അപ്പോൾ പ്രഹ്ലാദനോട് കുട്ടികൾ പറഞ്ഞു, പ്രഹ്ലാദ എന്തിനായി കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ ചെയ്യണത്? പ്രഹ്ലാദൻ ഞങ്ങളുടെ ചക്രവർത്തിയായിട്ട് ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ലോക ചക്രവർത്തിയാവുമ്പോൾ പ്രഹ്ലാദന് ഈ നയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാലോ. അങ്ങനെയെങ്കിൽ അച്ഛൻ പറയുന്നത് കേൾക്കല്ലേ ഇപ്പൊ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ നമ്മളോടും പറഞ്ഞു തരണു, കൗമാര ആചരയിൽ കുട്ടിക്കാലം മുതൽ തന്നെ 5 വയസ്സിൽ തന്നെ ഭഗവത് ഭജനം ആരംഭിക്കണം. കാരണം മനുഷ്യന്റെ ആയുസ് 100 വർഷമാണ് പരമാവധി ആയുസ്. അതിൽ പകുതി സമയം ഉറങ്ങിക്കഴിയണു. പുംസോ വർഷശതം യായുസ് തദർത്ഥം ചാജിതാത്മന. അതേപോലെ കുട്ടിക്കാലത്തും വാർദ്ധക്യത്തിലും വേണ്ട ബുദ്ധിയോ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയോ ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും ഉണ്ടാവുമ്പോൾ ആ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നമ്മളെ പിടിച്ചു വലിച്ച് ബഹ്യസപജ്ഞൈവ ഗേഹവതിം ലുനന്തി, നിരവധി ഭാര്യമാരുള്ള ഒരു ഗൃഹസ്ഥനെ പോലെ നമ്മളെ പിടിച്ചു വലിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാനെ ഭജിക്കണം. ഇന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് സംശയമായി. കുട്ടികൾ പറഞ്ഞു, നമ്മൾ അസുരന്മാരാണല്ലോ, അപ്പൊ അങ്ങനെയെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ എല്ലാവരിലും അനുഗ്രഹം ചൊരിയുന്നവനാണ്. സമഭാവനയാണ് ഭഗവാന്റെ മഹിമ. അതുകൊണ്ട് തസ്മാൽ സർവേഷു ഭൂതേഷു ദയാം ഗുരുത സൗഹൃദം ആസുരം ഭാവം ഉന്മുച്യ യയാ തുഷ്യത്യധോക്ഷിത. ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ ആസുരീയമായ ഭാവത്തെ ഉപേക്ഷിച്ച് എല്ലാവരിലും ദയയും സൗഹൃദവും ഉള്ളവരായിട്ട് തീരുകയാണ് വേണ്ടത്. എനിക്കിത് പറഞ്ഞു തന്നത് നാരദ മഹർഷിയാണ്. കുട്ടികൾ ചോദിച്ചു, അതെപ്പോഴാണ്? പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, അച്ഛൻ തപസ്സിന് പോയ മന്ദരപർവ്വതത്തിൽ തപസ്സിന് അച്ഛൻ പോയ സമയത്ത് ദേവേന്ദ്രൻ നമ്മുടെ അസുരന്മാരെ മുഴുവൻ ആക്രമിച്ചു. ദേവേന്ദ്രൻ ഒരു പാമ്പിനെ പോലെ വന്നപ്പോൾ അസുരന്മാരാകുന്ന നമ്മളുടെ ആളുകളൊക്കെ ഉറുമ്പുകളെ പോലെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഗർഭിണിയായ എൻ്റെ അമ്മയെയും ദേവേന്ദ്രൻ പിടികൂടി കൊല്ലാനായിട്ട് പുറപ്പെട്ടപ്പോൾ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അമ്മ
ആ വധത്തിൽ നിന്നും രക്ഷപ്പെട്ടതും അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള എനിക്ക് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് പരമപ്രധാനമായിട്ടുള്ള ഉപദേശം, ഗർഭത്തിൽ കിടക്കുന്ന എനിക്ക് അമ്മയ്ക്ക് എന്നതുപോലെ നാരദൻ നൽകിയ ഉപദേശങ്ങളൊക്കെ വേണ്ടതുപോലെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗുരുനാഥന്മാർ പറഞ്ഞില്ലേ, നൈസർഗികീയം മധുരസ്ഥിരാജെന്ന്. ഈ നൈസർഗികമായ രതി എനിക്ക് ഉണ്ടായത് നാരദ മഹർഷിയുടെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ 100 വർഷക്കാലം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നതും നാരദ മഹർഷിയുടെ തപശക്തി കൊണ്ടാണ്. അച്ഛൻ തപസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അമ്മ പ്രസവിച്ചില്ല. ആ കാലമത്രയും അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ് ചെയ്യുമ്പോൾ നാരദ ആശ്രമത്തിൽ ആ നാരദ മഹർഷി പകർന്നു തരുന്ന നാരായണ മന്ത്രധ്വനികളിൽ ഞാനും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തപസ്സിന്റെ ഫലമാണ്, ആ ഭഗവാന്റെ കാരുണ്യമാണ് എന്നിൽ ഇപ്പൊ ഭക്തിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ശക്തിയുള്ള അച്ഛന് എന്നെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. ഒരിക്കലും അത് എൻ്റെ നൈപുണ്യമല്ല, മറിച്ച് ആ ഭഗവാന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദേവനോ അസുരനോ അല്ലെങ്കിൽ മനുഷ്യനോ യക്ഷനോ ഗന്ധർവനോ ആരുമായി കൊള്ളട്ടെ, ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാവയം. മുകുന്ദചരണങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ആ മംഗള സ്വരൂപികളായിട്ട് മാറും എന്നെ പോലെ. അതുകൊണ്ട് നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്തിയ ഹരിരണ്യ വിടംബനം. അമലമായ ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. ബാക്കിയെല്ലാം ഭഗവാന്റെ ആ കേവലമായ നാട്യം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരി. ആ ഭഗവാനിൽ ഭക്തിയുള്ളവരായിട്ട് തീരൂ ദാനവന്മാരെ. പ്രഹ്ലാദൻ നമ്മളോട് പറയുന്നു, തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത മാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. ദൈതേയ യക്ഷരക്ഷാംസി സ്ത്രീയശൂദ്രാവ്രജൗകസ ഖഗ മൃഗ പാപജീവ സന്ധിഹ്യ അച്യുതതാം ഗത. അസുരന്മാര്, യക്ഷരക്ഷസുകള്, സ്ത്രീകള്, ശൂദ്രന്മാര്, ഗോപികമാര്, പക്ഷികള്, മൃഗങ്ങള്, എന്തിന് പാപം മാത്രം ചെയ്ത ആളുകൾ പോലും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏകാന്ത ഭക്തി ഗോവിന്ദേ സർവത്ര പ്രതീക്ഷണം. എല്ലായിടത്തും ആ ഭഗവാനിൽ ഭക്തിയുള്ളവരായിട്ട് തീരൂ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തതോടുകൂടി പ്രഹ്ലാദന്റെ നാമസങ്കീർത്തനത്തിന്റെ മഹിമ അവരും അവരുടെ ഹൃദയവും ഏറ്റെടുത്തു. പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരൻ ആവേശത്തോടുകൂടി ഹരേ നാരായണ ഹരേ നാരായണ എന്ന നാമസങ്കീർത്തനം കൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ ഭക്തിയുള്ളവരാക്കി മാറ്റി. പ്രഹ്ലാദന്റെ നാമസങ്കീർത്തനത്തിനൊപ്പം അവരും ഉറക്കെ ആ ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് തുടങ്ങി. ഹരേ നാരായണ 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 ഹരേ നാരായണ
നാമജപം തുടങ്ങിയപ്പോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. കേശവ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗുരുവായൂരാടുന്ന ഓമന കണ്ണനാണെന്റെ ദേവൻ, ഓരോരോ വേഷത്തിൽ ഓരോരോ ഭാവത്തിൽ ഓടിയണയുന്ന ദിവ്യബാലൻ. യദുകൂല നാരിക്കു നന്മ പകരുന്ന നാടിന്റെ ഭാഗ്യമി ദേവദേവൻ. സുരകൂലം പൂജിക്കും നരകൂലം പൂജിക്കും ചൈതന്യ പ്രതിരൂപം തന്നെ ഈ ഭക്തദാസൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. മോഹങ്ങളൊക്കെയും മോദമായി ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ജീവനും നിത്യവും കൂടിയിരിക്കുന്ന കൂട്ടുകാരൻ, പേരാണിയെ കണ്ടു പാട്ടു ഹൃദയം മാറാടി തീർത്തൊരു പാട്ടുകാരൻ, ഭാവിയും ഭൂമിയും ബാക്കിയും പൂർണ്ണത ചേർക്കുന്ന പുണ്യപുരുഷൻ, വാത്തിങ്ങൾ തൊട്ടുന്ന പുഞ്ചിരി തൂവിടും നാടുവിൽ ആമുഖ സൗന്ദര്യമിന്റെ കൃഷ്ണൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. പ്രഹ്ലാദ ഭക്തന്റെ അത്ഭുതകരമായ നാമസങ്കീർത്തനം കേട്ട്
ഗുരുപുത്രന്മാര് രാജ്ഞ ആവേദയൽ യഥ രാജാവിന്റെ അടുത്ത് വിവരമറിയിക്കണു. ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഹിരണ്യകശിപു വരുന്നു. ഹിരണ്യകശിപു ചോദിക്കണു, തസ്യമേ ഭീതവൻ മൂഢ ശാസനം കിംബലോത്യക, എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ നിനക്ക് എവിടുന്ന് ഈ ധൈര്യം എന്ന് ചോദിക്കുമ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ആ ധൈര്യം, ആ ബലം, അത് ഭഗവാന്റെ കാരുണ്യമാണ് അച്ഛ എന്ന് പറയുകയാണ്. ഈ ലോകത്ത് മുഴുവൻ എല്ലാ ബലശാലികളുടെയും ബലം ആ ഭഗവാനാണ്. ആ ഭഗവാനെയാണ് കാലമെന്നും ഉരുക്രമനെന്നും ഈശ്വരനെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തൂ. ഉരുട്ടി വീഴ്ച കണ്ണുകളൊന്ന് അടച്ച് അകക്കണ്ണൊന്ന് തുറന്നാൽ ആ ഭഗവാനെ കാണാൻ സാധിക്കും. ആ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അച്ഛ എന്ന് പറഞ്ഞപ്പോ ചോദിക്കുകയാണ്, കസ്മാൻ സ്തംഭേന ദൃശ്യത, എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ മധുര മന്ദഹാസത്തോടു കൂടി മെല്ലെ പറഞ്ഞു, ദൃശ്യതയെ കാണുന്നു. ഭഗവാൻ തീർച്ചപ്പെടുത്തി തന്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ ആ തൂണിനകത്ത് നിന്ന് അവതരിക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ തയ്യാറായി നിൽക്കുമ്പോൾ എങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏവം ദുരുക്തൈ മുഹുരർത്ഥയന്തുഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോൻ പതിതോവരാസനാൽ സ്തംഭം തതാടാതിബല സ്വമുഷ്ടിന. ആ വാള് പിടിച്ച കൈകൊണ്ട്, ഉരുക്കത്ത കൈകൊണ്ട് ആ ഹിരണ്യകശിപു തൂണിൽ അങ്ങനെ ആഞ്ഞ് അടിച്ചപ്പോ അതിൽ നിന്നൊരു അട്ടഹാസ ശബ്ദം മുഴങ്ങി. സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷു അഖിലേഷു ജാത്മന അദൃശ്യതാത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അവതാരം മധുവത്ഭുതരൂപം അവനിയിലദ്രിവിറയ്ക്കുന്നു. അസുരേന്ദ്രൻ ആ തൂണിലിടിച്ചു അട്ടഹസിച്ചു നരസിംഹം. അവതാരം മധുവത്ഭുതരൂപം അവനിയിലദ്രിവിറയ്ക്കുന്നു. അസുരേന്ദ്രൻ ആ തൂണിലിടിച്ചു അട്ടഹസിച്ചു നരസിംഹം. അതുവരെ ആരും കാണാരൂപം അർക്കസമാനം നരസിംഹം. അതീവ ഭക്തി താണു തൊഴുതു അടിമലരിണയിൽ പ്രഹ്ലാദൻ. ജയ ഹരി നരഹരി നാരായണ ജയ ഹരി നരഹരി നരസിംഹ. ജയ ഹരി നരഹരി നാരായണ ജയ ഹരി നരഹരി നരസിംഹ. അജനും ഹരനും ദേവാദികളും അതു കണ്ടതിയ ഭയക്കുന്നു. അദ്രിസമാനം ദേഹം മതിയോ അതിശുദ്ധ തവരോഹങ്ങൾ. പാതി മനുഷ്യൻ പാതി മൃഗേന്ദ്രൻ പരമപവിത്രൻ നരസിംഹം.
ആദിയടഞ്ഞതം കണ്ണുകളോടെ പാദം തേടി പ്രഹ്ലാദൻ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. നീട്ടി വളർത്തിയ നഖജാലങ്ങൾ നീണ്ടുകിടന്നിടും നാവും എട്ടുകരങ്ങൾ അവയിൽ ശംഖം ചക്രം ഗദയും താമരയും പാശം വാളും പരിചയുമുണ്ട് പാരിൽ അത്ഭുതമീ രൂപം. പങ്കജനേത്രൻ തന്നുടെ കണ്ണിൽ പാവകനെത്തി ജ്വലിക്കുന്നു. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ഭൃത്യന്മാരുടെ വാക്കുകളെല്ലാം സത്യമതാക്കാൻ നരസിംഹം നിത്യം തന്നെ ഭജിക്കുവിലൂനം നിത്യം എത്തും ശ്രീഹരിയും. ഗർജന ശബ്ദം കേട്ടു നടുങ്ങി ഗർഭിതനാകും അസുരേന്ദ്രൻ. ഗംഗാനദി ഭക്തി ഉണർന്നു പ്രഹ്ലാദൻ തൻ കണ്ണുകളിൽ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. സന്ധ്യയതാകാൻ കാത്തു നരഹരി സന്ധ്യയതാകാൻ കാത്തു നരഹരി സൂര്യൻ മെല്ലെ പറയുന്നു. സ്വർണ്ണ നിറത്തിൽ വാനം മിന്നി സാഗരമെത്തി രാകേശൻ. ചാടിയണഞ്ഞൊരൈക്യനുമൊത്ത ചാല കളിച്ചു നരസിംഹം. ചാടിയണഞ്ഞൊരൈക്യനുമൊത്ത ചാല കളിച്ചു നരസിംഹം. ഉഗ്രവിഷത്തെ ചീറ്റും പാമ്പുമായി ഉജ്വലനാകും ഗരുഡൻ പോൽ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. അമ്പരമരുണം അരയിൽ മിന്നി അരുണാംബരമധു നരസിംഹം. വാളും വീശിയണഞ്ഞുകൾക്ക് വലിച്ചിഴച്ചു നരസിംഹം. കൈകാലുകളെ നിശ്ചലമാക്കി കൈവല്യതനാം നരസിംഹം. അകത്തുമല്ല പുറത്തുമല്ല ഉമ്മരപ്പടിയിൽ നരസിംഹം. ജയ ഹരി നരഹരി നാരായണ ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ജയ ഹരി നരഹരി നരസിംഹ. വാനിലുമല്ല അവനിയിലല്ല ഉത്സംഗത്തിൽ അസുരേന്ദ്രൻ. ആയുധമല്ലേ അകരകാലിലെ നഖജാലം. ബ്രഹ്മാവിന്റെ സൃഷ്ടിയതല്ല ബ്രഹ്മൻ പോലും ഹരി സൃഷ്ടി. നീട്ടി വളർത്തിയ നഖമതു കെട്ടും കുത്തിയിറക്കി നരസിംഹം.
പാദം കഴുകി നിസ്തുല ഭക്തിയിൽ പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാൻ കീ പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാൻ കീ പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാൻ കീ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കരാളദംഷ്ടം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീമുഖണം സ്തബ്ധോദ്ധടം ഗിരിഗന്ധരാദ്ഭുതവ്യാപ്താസ്യനാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശൽക്കായമതിഗ്രഭീവരഗ്രീവോരുവക്ഷസ്ഥലമല്പമധ്യമം ചന്ദ്രാംശുഗൗരേക്ഷുരിതം തനുരുഹേ വിശ്വഭുജാനീകശതം നഖായുധം. ഭഗവാന്റെ അത്യത്ഭുതകരമായ രൂപം ആ തൂണു പിളർന്നുകൊണ്ട് അണ്ടകടാഹം ഞെട്ടിവിറച്ചപ്പോ, ഭഗവാൻ ആർത്തട്ടഹസിച്ചപ്പോ, അസുരേന്ദ്രന്റെ മുമ്പിൽ ഹരി അട്ടഹസിച്ചിട്ട് അലറുമ്പോ അദ്രികൾ ഇളകുന്നു. ആ അസുരന്റെ ഹൃത്തിൽ ഭയമേറി അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള കണ്ണുകൾ, കേസരജാലത്തിന്റെ മധ്യത്തിലൂടെ നീണ്ടു വളഞ്ഞു കിടക്കുന്ന ദംഷ്ട്രകൾ, വാളിന്റെ തല പോലെ നീണ്ടുകിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള നാവ്, പർവ്വത ഗുഹ പോലെ വലുതായുള്ള വായ നാസിക, കാതുവരെ വ്യാപിച്ചുള്ള ഭയമുണ്ടാക്കുന്ന കോർവായ, ആകാശം സ്പർശിക്കുന്ന ആ മാനവഹരിയുടെ ആകാരം, ചന്ദ്രിക പോലെ വെളുവിളമിന്നുന്ന ദേഹം മുഴുവൻ രോമം, കൃശമായ മദ്യം, തടിച്ച കഴുത്ത്, അത്ഭുതം അത്ഭുതം അത്ഭുതം. നിരവധി കൈകൾ, അതിൽ ആയുധങ്ങൾ നീട്ടി വളർത്തി, ആയുധങ്ങൾ ചേർത്തു പിടിച്ചിരിക്കുന്നു. നീട്ടി വളർത്തിയ നഖജാലം, ശംഖ്, ചക്രം, ഗദ, പാശം, വജ്രം, താമര. ബ്രഹ്മമഹേശ്വര ദേവാദികൾ ആ ഭഗവാനെ വാഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ആർക്കും സാധിക്കണില്ല. അപ്പോ ഹിരണ്യകശിപുവിനെ ഇങ്ങനെ പിടികൂടി ഭഗവാൻ സത്യം വിധാതും നിജഭൃത്യഭാഷിതം, സമയമാകാൻ കാത്തു നിന്നതാണ്. സന്ധ്യാസമയം വരെ രണലീലയാടിയ ആ ഭഗവാൻ പിന്നീട് ആ അസുരരാജനെ ഇങ്ങനെ പിടികൂടി, ഗരുഡൻ മഹാവിഷം ചീറ്റുന്ന സർപ്പത്തെ പിടികൂടുന്നത് പോലെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ആകാശത്തല്ല, ഭൂമിയിലല്ല, ഉമ്മറപ്പടിയിൽ, അകത്തല്ല പുറത്തല്ല, ഉമ്മറപ്പടിയിൽ, ആകാശത്തല്ല ഭൂമിയിലല്ല, തന്റെ ഉത്സംഗത്തിൽ കിടത്തി ആ ഹിരണ്യകശിപുവിന്റെ ആ വിറയ്ക്കുന്ന മാറിലേക്ക് ക്രോധം കൊണ്ട് വിറയ്ക്കുന്ന കാരുണ്യസ്വരൂപൻ തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ കുത്തി ഇറക്കി ഒരു കീറങ്ങട് കീറി. അതിൽ നിന്ന് ചുടുചോര, പായം പായമുതയോ ബഹുജകൾ സംഹാരി സംഹാരവാൻ. ഭഗവാനത ആ ചോര വാരിക്കോരി കുടിച്ചു. പ്രഹ്ലാദൻ മാത്രം ഭയമില്ലാതെ അഭയസ്വരൂപിയായ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം കണ്ട് അവിടെ കത്തിജ്വലിക്കുന്ന കണ്ണിനകത്തും കാരുണ്യത്തിന്റെ ആ കുളിർഗംഗ കാണാൻ പ്രഹ്ലാദന് മാത്രമേ സാധിച്ചുള്ളൂ എന്നാണ്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് കുടൽമാല ചാർത്തി ആ സിംഹാസനത്തിലിരിക്കുന്ന ആ ഭഗവാനെ സ്തുതിക്കാനായി ബ്രഹ്മാവ്, അതേപോലെ മഹാദേവൻ കോപകാലോ യുഗാന്തസ്ഥേ ഹതോയം അസുരൽപക തൽസുതം ബാഹ്യുപകരണം ഭക്തം തേ ഭക്തവത്സല. പെരുമുടിയൂരപ്പൻ തന്റെ ആ ഇടതുഭാഗത്തിരിക്കുന്ന നരസിംഹമൂർത്തിയോട് അന്ന് പ്രാർത്ഥിച്ചു അത്രേ, ഹേ ഭക്തവത്സല. അതുകൊണ്ടൊന്നും ഭഗവാന്റെ ക്രോധത്തെ ഇല്ലാതെയാക്കാൻ സാധിച്ചില്ല. ഇന്ദ്രൻ വന്ന് സ്തുതിച്ചു, സാധിച്ചില്ല. പിന്നെ കൂട്ടം കൂട്ടമായി വന്ന ഋഷികളും പിതൃക്കളും സിദ്ധന്മാരും വിദ്യാധരന്മാരും നാഗങ്ങളും മനുക്കളും പ്രജാപതിമാരും ഗന്ധർവന്മാരും ചാരണന്മാരും വളരെ താളാത്മകമായിട്ട് ഭഗവാനെ സ്തുതിച്ചു നോക്കി. ഹരേ തവാംഘ്രി പങ്കജം ഭവാപവർഗമാശ്രിത യദേശ സാധു വിക്ഷയ ത്വയാസുര സമാപിത. അത് കേട്ടിട്ടും ഭഗവാന് യാതൊരു കുലുക്കൊണ്ടായില്ല.
യക്ഷന്മാർ വന്നു, കിംപുരുഷന്മാർ വന്നു, വൈതാളികന്മാർ വന്നു, കിന്നരന്മാർ വന്നു, വിഷ്ണു പാർഷദന്മാർ വന്നു. സാധിച്ചില്ല. മുമ്പ് കാണാത്തതാണ്. അതുകൊണ്ട് പേടിച്ചു വിറച്ച ലക്ഷ്മി ഭഗവതി പോലും അങ്ങ് അകലെ നിന്ന് ആ ഭഗവാനെ കണ്ടുള്ളൂ. ഇനി എങ്ങനെ ഭഗവാന്റെ ക്രോധത്തെ ഇല്ലാതെയാക്കും എന്ന് ബ്രഹ്മാവ് ശങ്കിച്ചു നിൽക്കെ ലക്ഷ്മി പറഞ്ഞു, പ്രഹ്ലാദനെ പറഞ്ഞയക്കൂ. ഭക്തനെ കണ്ടാൽ അവിടുത്തെ ആ കത്തിജ്വലിക്കുന്ന കണ്ണുകളിൽ നിന്ന് കാരുണ്യത്തിന്റെ ഗംഗ ഒഴുകും എന്നെനിക്ക് ഉറപ്പാണ്, പറഞ്ഞയക്കൂ എന്ന് പറയുകയാണ്. മറ്റെല്ലാവരും പേടിക്കുമ്പോൾ ആ സിംഹസ്വരൂപനായ ഭഗവാന്റെ സ്വന്തമുണ്ടിയായ മറ്റൊരു സിംഹക്കുട്ടിയായിരിക്കുന്ന പ്രഹ്ലാദനെ ബ്രഹ്മാവ് പറഞ്ഞയക്കണു. കാക്കൽ വീണ് നമസ്കരിക്കണു പ്രഹ്ലാദൻ. ആ കാലുകളെ തന്റെ കണ്ണീരുകൊണ്ട് കഴുകുന്നു. ആ കണ്ണീർ തുള്ളികൾ ഭഗവാന്റെ ആ കണ്ണുകളിൽ നിന്ന് കാരുണ്യത്തിന്റെ കണ്ണീരായി മാറി എന്ന് ഭാഗവതം എന്താ കാണിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭക്തൻ എങ്ങനെ ചേർത്തു പിടിച്ചു. പ്രഹ്ലാദന്റെ അതിഗംഭീരമായ സ്തുതിയോടുകൂടിയാണ് നാരദ മഹർഷി തന്റെ പ്രിയ ശിഷ്യന്റെ, തന്റെ പ്രിയപ്പെട്ട ഗുരുവിന്റെ ആ കഥാമൃതത്തെ രാജസൂയ യാഗവേദിയിൽ സമർപ്പിക്കുന്നത്. നമുക്കും ആ പ്രഹ്ലാദനെ പോലെ ആ ശാന്ത നരസിംഹമൂർത്തിയായി ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ആ കാക്കൽ വീണ് പ്രഹ്ലാദനോടൊപ്പം നമസ്കരിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ, താൻപോരിമയുടെ, കാമത്തിന്റെ, ക്രോധത്തിന്റെ, ലോഭത്തിന്റെ, മതത്തിന്റെ, മാത്സര്യത്തിന്റെ ഹിരണ്യകശിപുമാര് വാളും വീശി വരുന്ന സമയത്ത് കാരുണ്യസ്വരൂപ ഗുരുവായൂരപ്പ അവിടുന്ന് അടിയങ്ങളുടെ ഉള്ളിൽ പ്രഹ്ലാദ ഭക്തി നിറച്ച് ഞങ്ങളെ രക്ഷിക്കാനായി നരസിംഹമൂർത്തിയായി അഭയസ്വരൂപനായി അവതരിക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഹരേ സ്വഭക്ത രക്ഷക സുരേശവന്ദ്യ ശ്രീ ഹരേ നൃസിംഹരൂപം എന്നുമെൻ മനസ്സിലായി വരേണമേ. ഹരേ സ്വഭക്ത രക്ഷക സുരേശവന്ദ്യ ശ്രീഹരേ നൃസിംഹരൂപമെന്നുമേ മനസ്സിലായി വരേണമേ. ഹരേ സ്വഭക്ത രക്ഷക സുരേശവന്ദ്യ ശ്രീഹരേ നൃസിംഹരൂപമെന്നുമേ മനസ്സിലായി വരേണമേ. ദൈത്യപുത്രനാകുമെന്റെ ദൈന്യതയെ കണ്ടു നീ ദൈത്യരാജൻ തന്റെ മാറു കീറിന നൃസിംഹമാ. ഹൃദയപത്മമോടു നിന്റെ വദനപത്മം ചേർത്തു നീ രക്തപാനം ചെയ്തുകൊണ്ടു ഭക്തരക്ഷ ചെയ്തു നീ. അഗ്നിതുല്യം കണ്ണുകൾ പിളർന്ന വായനയും ഖഡ്ഗതുല്യമായ നാവും അട്ടഹാസശബ്ദവും. വെളുത്ത രോമജാലവും തടിച്ച കണ്ഠദേശവും പാതി സിംഹഭാവവും പാതി മധ്യരൂപവും. ശംഭശങ്കരാദിദേവർ വാട്ടിയിട്ടുമൊട്ടുമേ ശാന്തനായതില്ല എന്റെ രക്ഷ ചെയ്തൊരീശ്വരൻ.
ഓതും വാക്കുകൾ ആസ്വദിക്കു ഭക്തനാക്കി ആശീർവാദമേകു നീ. ഹരേ സ്വഭക്തരക്ഷക സുരേഷ വന്ദ്യ ശ്രീഹരി നൃസിംഹരൂപമെന്നുമേ മനസ്സിലായി വരേണമേ. ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ രക്ഷ മാം.
ഭീതനായി കൺകളിൽ കാരുണ്യത്തിരമാല പൊങ്ങി തിരയിൽ മുങ്ങുന്നു പ്രഹ്ലാദൻ. കാരുണ്യത്തിരമാല പൊങ്ങി തിരയിൽ മുങ്ങുന്നു ഭക്തപ്രഹ്ലാദൻ. ഭക്തന്നേകി വരങ്ങളെ ശതശതം കൈകൂപ്പിനാൻ ബാലകൻ. ശാന്താകാരവപുസ്സെടുത്തു ഹരിയോ ലോകം നമിച്ചു ശുഭം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തിസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.